പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 75ാം ജന്മദിനം ആഘോഷമാക്കാൻ വിപുലമായ സേവന പ്രവർത്തനങ്ങൾക്കാണ് രാജ്യത്താകമാനം BJP ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇന്ന് മുതൽ ഒക്ടോബർ 2 വരെ ഈ പ്രവർത്തനങ്ങളും ആഘോഷ പരിപാടികളും നീണ്ടു നിൽക്കും. സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാരുടെയും പങ്കാളിത്തം ഉറപ്പാക്കിയാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. വികസിതവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യ എന്ന ആശയവും സന്ദേശവും ഉയർത്തിപ്പിടിച്ചാണ് BJP ഈ വർഷത്തെ ആഘോഷ പരിപാടികളുമായി ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത്. സേവനം, ശുചിത്വം, സ്വാശ്രയത്വം, രാഷ്ട്ര നിർമ്മാണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് പരിപാടികൾ. രാജ്യമെമ്പാടും വലിയ തോതിലുള്ള രക്തദാന ക്യാമ്പുകൾ, ആരോഗ്യ പരിശോധനാ ക്യാമ്പുകൾ, പരിസ്ഥിതി സംരക്ഷണ ക്യാമ്പയിൻ, പ്രദർശനങ്ങൾ, 75 കേന്ദ്രങ്ങളിൽ യുവമോർച്ചയുടെ നമോ യുവാറൻ കൂട്ടയോട്ടം, കായികമേളകൾ, ചിത്രരചനാ മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിക്കും. സേവാ പഖ്വാഡ എന്നാണ് ആഘോഷത്തിന് പേരിട്ടിരിക്കുന്നത്. നമോ യുവാറൻ കൂട്ടയോട്ടത്തിൽ ഓരോ റാലികളിലും 10,000 ആളുകൾ പങ്കെടുക്കും. ഇന്ന് രാജ്യത്താകമാനം 1000 ജില്ലകളിലാണ് രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. നാളെ മുതൽ ഒക്ടോബർ 2 വരെ അത് ഓരോ മണ്ഡലത്തിലും നടത്തും. നാളെ മുതൽ സ്കൂളുകളിലും പാർക്കുകളിലും റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലൊക്കെയാണ് ശുചീകരണ ക്യാമ്പുകൾ നടക്കുന്നത്. വികസിത് ഭാരത് 2047 എന്ന ആശയത്തിൽ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം, ഫ്ലൈ ഓവറുകളും ഡയാലിസിസ് കേന്ദ്രങ്ങളും ആരോഗ്യ കേന്ദ്രങ്ങളും അടക്കം അനവധി വികസന പദ്ധതികൾ ഡൽഹി സർക്കാർ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നുണ്ട്. ഒഡീഷയിൽ സംസ്ഥാനത്തുടനീളം 75 ലക്ഷം വൃക്ഷത്തൈകൾ സർക്കാർ നടും. ഇന്ന് വൈകിട്ട് പൂനെയിൽ ഒരു ഡ്രോൺ ഷോയും നടക്കുന്നുണ്ട്. മോദി സർക്കാരിൻ്റെ 11 വർഷങ്ങളാണ് ഡ്രോണുകൾ കൊണ്ട് അലങ്കരിക്കുന്നത്. BJP ദേശീയ ജനറൽ സെക്രട്ടറി സുനിൽ ബൻസലിനാണ് പരിപാടികളുടെ ആകെയുള്ള നടത്തിപ്പ് ചുമതല. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.